കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, വളരെ സന്തോഷമായി. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ദിവസം തന്നെയാണ്. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരവും നിർവഹിച്ചിട്ടുള്ളത് നമ്മളെ പഴയം കൃഷ്ണപ്രസാദ് ഓദിക്കനാണ്. വളരെ സുന്ദരമായിട്ടത് ചാർത്തിയിട്ടുണ്ടാവും ഉണ്ണിക്കണ്ണൻ. എങ്ങനെ ഇന്നവിടെ ശ്രീലകത്ത് ഇരിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയാണ് കേട്ടോ. ആ ശ്രീരാമചന്ദ്രസ്വാമി മാത്രമല്ല, നാലമ്പല ദർശനത്തിനൊക്കെ പോകാൻ പറ്റുന്ന അഥവാ പോകാൻ പറ്റാത്ത ആളുകൾക്ക് ആ ഒരു അവസ്ഥ, നാലമ്പല ദർശനത്തിൻ്റെ അവസ്ഥ, അതായത് ഭരത ശത്രുഘ്ന ലക്ഷ്മണന്മാരും ശ്രീരാമചന്ദ്രസ്വാമിയും കൂടി കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ആ ഗുരുവായൂർ ശ്രീലകത്ത് ഉള്ളത് കേട്ടോ. അത് നമ്മളെ ഭക്തർക്ക് വേണ്ടി മാത്രം എല്ലാവരെയും രാമായണ മാസത്തിൽ എല്ലാവരെയും കാണാൻ, നാലമ്പല ദർശനത്തിന് പോകാൻ പറ്റാത്തവർക്കോ പോയവർക്ക് അതിൻ്റെ ഒരു പുണ്യം കൂടി എന്നുള്ള നിലയ്ക്കാണിന്ന് ആ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. വളരെ കേമായിട്ട് അതിങ്ങനെ ചാർത്തിയിട്ടുമുണ്ട്. എന്താ രസം! തുളസിമാല ഉണ്ട്, ഉണ്ടമാല ഒക്കെ ചാർത്തി കിരീടമൊക്കെ വെച്ചിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയും ഇവരൊക്കെ ഇങ്ങനെ, അതൊരു വലിയ അനുഭൂതി കേട്ടോ. ഇന്ന് ഗുരുവായൂർ വന്നിട്ട് ഇന്നത്തെ അത് കാണാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഭാഗ്യമാണ്. കാരണം 4 സഹോദരങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുന്ന രാജകീയ പ്രൗഢിയിൽ ഇങ്ങനെ നിൽക്കുന്നത്, ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമുക്കിങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്മളെ ആ ഒരു ഭാഗ്യം തന്നെയാണ്. അത്രയും ഭാഗ്യമായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളെ ഭാഗ്യത്തിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എന്നിലൂടെ നിങ്ങൾക്കും ആ ഭാഗ്യം എത്തട്ടെ. കാരണം ഇങ്ങനെ 4 സഹോദരന്മാരും കൂടിയിട്ടുള്ള ആ ഒരു വിഗ്രഹം, അതായത് ഇന്നലെ ഇപ്പോൾ ചതുർബാഹുവായ വിഗ്രഹമായിരുന്നു, ഇന്നിപ്പോൾ 4 ആളും കൂടിയ ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയ ആളുകളെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു വിഗ്രഹത്തിൻ്റെ ആ ഒരു തനിമയാണെന്ന് അവിടെ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ഭാരതസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയൊക്കെ അനുഗ്രഹം കിട്ടട്ടെ, ലഭിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്നിപ്പോൾ അങ്ങനെ സോപാനപ്പടിയിലെത്തിയിട്ട് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ, ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ, ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ 4 സഹോദരന്മാരും കൂടി ആ ശ്രീരാമചന്ദ്രസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും അനിയന്മാരുടെയും ആ ഒരു പുണ്യം, അവരുടെ കടാക്ഷം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അവിടെ വരാൻ കഴിയാത്ത ആളുകളാണല്ലോ ഇപ്പോൾ ഇത് ശ്രവിക്കുന്നുണ്ടാവുക. വന്നവരും കുഴപ്പമില്ല, വന്നവർക്കും കാണാം. അപ്പോൾ എല്ലാവരും അത് ആ ഒരു പുണ്യം ഏറ്റുവാങ്ങുക. നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ എത്തിക്കുക. സോപാനപ്പടിയിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് നമിക്കുക. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ക്ലേശങ്ങളും തീരും. അതാണ് ഗുരുവായൂരപ്പൻ, എല്ലാറ്റിനും ഹേതുവായ ഗുരുവായൂരപ്പൻ, അതെല്ലാം തീർത്തു തരുന്ന ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.